ഇന്ന് പയറിൻ്റെ ഒരു വീഡിയോ എടുപ്പാന്നേ. കണ്ടോ, പയർ വിളവെടുക്കുന്നതിൻ്റെ. നമ്മൾ പയർ വിളവെടുക്കാൻ പോകാന്നേ. നമുക്ക് ഓരോ പയറായിട്ട് പൊട്ടിച്ച് തുടങ്ങാം. ഇതേ ഇടയ്ക്കെല്ലാം ഉണ്ടായിട്ടുണ്ട് ചുമന്ന പയർ. അങ്ങനെ നമുക്കിത് ചെറിയൊരു തോരനുള്ള പയർ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നമ്മളിങ്ങനെ നട്ട വിളക്ക് ഇങ്ങനെ പറിക്കാം. ഇത് രസമാണെന്നൊക്കെ. അതെല്ലാവരും കൃഷി ചെയ്യുക വിഷം. അങ്ങനെ നമ്മളിത് പയർ വിളവെടുത്ത് കഴിഞ്ഞ് നമ്മുടെ ചുമന്ന പയർ ചെറിയൊരു തോരനുള്ള കിട്ടി. ഇനിയും പിടിക്കാതിരിക്കും, നല്ലതായിട്ട് വളമിടണം. കണ്ടോ, ഇനി നമുക്കിത് തോരൻ വെക്കാം. ഇതിൻ്റെ കാന്താരിമുളകും കൂടെ പറിക്കാം. പച്ചമുളകൊക്കെ നട്ടിട്ടുണ്ട്, അതിന് കായ്ച്ച് വരണം. അതുകൊണ്ട് ഇപ്പം നമ്മുടെ വെള്ളക്കാന്താരി എന്താണെങ്കിലും നമുക്ക് വീട്ടിലുണ്ടല്ലോ, നല്ല വലിയ കാര്യമല്ലേ. കണ്ടോ, ഇതെല്ലാം നിൽപ്പുണ്ട്. ഇതിന് ഞാൻ അങ്ങനെ വളമൊക്കെ ഇപ്പോൾ ഇട്ടിട്ട് കുറേ നാളായേ. ഇനിയിപ്പോൾ ഇച്ചിരി വളമൊക്കെ ഇട്ട് കൊടുക്കണം. വഴുതനങ്ങ നിൽപ്പുണ്ട്. കണ്ടോ, പിന്നെ അങ്ങോട്ടൊക്കെ കിടക്കുന്ന ചതുരപ്പയർ വല കാറ്റത്ത് പോയാൽ ഒക്കെ നേരെ എപ്പോഴേലും വെച്ച് കൊടുക്കണം. കണ്ടോ, ചതുരപ്പയർ. മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ചതുരപ്പയർ നല്ലതായിട്ട് വരുന്നത്. ഇതിൻ്റെ തണ്ട് മൂത്താലേ ഇത് ഇങ്ങനെ നല്ലതായിട്ട് വരുള്ളേ. ഞാൻ വളമൊന്നും ഇത്രയായിട്ടും ഇട്ടിട്ടില്ല. ഇനിയും തൊട്ട് വളമൊക്കെ ഇട്ട് കൊടുക്കണം. നല്ലതായിട്ട് വളം കൊടുത്ത് വളമൊക്കെ ഇട്ട് നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഇത് കായ്ക്കും. കണ്ടോ, മഴക്കാലം ആയാലേ ചതുരപ്പയർ നമുക്ക് നടാൻ പറ്റുള്ളൂ. കാരണം ഇങ്ങനെ വരണേ മഴക്കാലത്തെ നമുക്ക് ചതുരപ്പയർ കൃഷി ചെയ്യാൻ. കണ്ടോ.